Good morning. Morning. Okay. സുഖാണോ എല്ലാവർക്കും? മഴയൊക്കെ മാറി നല്ല വെയിലൊക്കെ ആയല്ലേ? ഫുഡൊക്കെ കഴിച്ചോ? വെയിൽ, അതെ, വെയിൽ വന്നപ്പോ ഭയങ്കര ചൂടാണല്ലേ. മഴയുള്ളപ്പോ ഭയങ്കര തണുപ്പും, വെയിലുള്ളപ്പോ നല്ല ചൂട്, സഹിക്കാൻ പറ്റാത്ത ചൂടായി. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? എനിക്ക് സുഖാണ് കേട്ടോ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് നെഗോഷിയേഷൻ അല്ലെ? നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? What do you mean by negotiation? എന്തായിരിക്കും നെഗോഷിയേഷൻ എന്ന് പറഞ്ഞത്? ചർച്ച അല്ലെങ്കിൽ കരാറ്, ഉടമ്പടി എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ? ഓക്കെ, നെഗോഷിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ടു വേ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് നമ്മൾ പറയുന്നത് അല്ലെ? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ടു വേ കമ്മ്യൂണിക്കേഷൻ അല്ലെ? ആരൊക്കെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്? ബയർ സെല്ലറും തമ്മിലൊരു ടു വേ കമ്മ്യൂണിക്കേഷനെയാണ് നമ്മള് നെഗോഷിയേഷൻ, ചർച്ച എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എടുക്കുന്നത് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആണ്, തേർഡ് മൊഡ്യൂള് 10th ചാപ്റ്റർ കേട്ടോ. പേജ് നമ്പർ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, 89 ആണ് പേജ് നമ്പർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് നെഗോഷിയേറ്റർ ഓർ ഗുഡ് നെഗോഷിയേറ്റിംഗ് ടീം. ഓക്കെ, അപ്പൊ നെഗോഷിയേറ്റിംഗ് ടീം അല്ലെങ്കിൽ ഗുഡ് നെഗോഷിയേറ്ററുടെ ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒന്ന് വായിച്ചു നോക്കി. വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു കഴിഞ്ഞെങ്കിൽ തമ്പിടാം, ജസ്റ്റ് ഓരോരുത്തരെ കൊണ്ട് ഡിസ്കസ് ചെയ്യിക്കാം. കഴിഞ്ഞോ? പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? 1 മിനിറ്റ്. ഓക്കെ, അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്, ആർക്ക് വേണമെങ്കിൽ പറയാം. എന്താണ് ഗുഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? നെഗോഷിയേറ്ററുടെ ഗുഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കാം? ആരെങ്കിലും പറയൂ, അല്ലെങ്കിൽ ഞാൻ പേര് വിളിക്കാം. മ്യൂട്ടാണോ? ആ, പറയൂ. ആ മെറ്റീരിയലിനെ കുറിച്ച്, പർട്ടിക്കുലർ ആയിട്ടുള്ള മെറ്റീരിയലിനെ കുറിച്ച് നമ്മുടെ നോളജ് വേണം. എന്താണ് അതിന് പറഞ്ഞത്? ക്ലിയർ ആയില്ല. ആ ഒരു മെറ്റീരിയലിനെ കുറിച്ചുള്ള നോളജ് ഉണ്ടായിരിക്കണം എന്നല്ലേ? ആ, പിന്നെ
കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എഫിഷ്യൻസി ഉണ്ടായിരിക്കണം. നല്ല കേൾവി ഇതുള്ള ആളായിരിക്കണം. നല്ലതായിട്ട് ഗുഡ് തിങ്കർ ആയിരിക്കണം. അതിനെപ്പറ്റി നല്ലതായിട്ട് ആലോചിച്ചെല്ലാം ചെയ്യുന്ന ഒരാളായിരിക്കണം. അതിന്റെ എഗ്രിമെന്റ്, കോൺട്രാക്ട്, അതിനെപ്പറ്റി എല്ലാം നല്ലതായിട്ട് അറിഞ്ഞിരിക്കണം. ഓഫൻസീവായിട്ടും ഡിഫെൻസീവായിട്ടും ഉള്ള ഇതിനെപ്പറ്റി എല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം. ലോജിക്കായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരാളായിരിക്കണം. കഴിഞ്ഞോ? വേറെ ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. വേറൊരു ആളും കൂടി പറയൂ കേട്ടോ. പറയുവാനെങ്കിലും ഇപ്പോഴും മിസ്സല്ലേ പറയുന്നത്, ജസ്റ്റ് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നതാണ് പറയാനായിട്ട്. ഇപ്പോഴും എന്താ പറയാ, മിസ് ഇങ്ങനെ വായനോരാതെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ബോറടിക്കും അല്ലെ? ഇടയ്ക്ക് നിങ്ങളെ കൊണ്ടൊക്കെ ജസ്റ്റ് ഒന്ന് പറയിപ്പിക്കണ്ടേ? വേണ്ടേ? ആരെങ്കിലും പറയൂ, എളുപ്പമുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഞാൻ പേര് വിളിക്കാം. 54 പിള്ളേരുണ്ട് നമ്മുടെ ക്ലാസ്സിൽ, എന്നിട്ടും ആർക്കും പറയാൻ പറ്റില്ല. ഒരു കുട്ടി മാത്രം പറഞ്ഞോളൂ അല്ലെ? ആതിര. പേര് വിളിക്കട്ടെ? മിസ്സേ, സ്നേഹ പറയൂ. പർട്ടിക്കുലർ മെറ്റീരിയലിനെ കുറിച്ച് നല്ല നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം, നല്ല ആശയവിനിമയം ഉണ്ടായിരിക്കണം. പിന്നെ ഒഫൻസീവ് ഡിഫെൻസീവ് എന്താണെന്ന് അറിയില്ല, അത് രണ്ടും ഉണ്ടായിരിക്കണം. പിന്നെ ക്ലിയർ ആണ് റിപ്പീറ്റ് തിങ്ക്, നല്ല ക്ലിയർ ആയിട്ട് നീറ്റായിട്ട് തിങ്ക് ചെയ്യണം, ചിന്തിക്കണം. ഗുഡ് ഇന്നർ പേഴ്സണൽ സ്കില്ല്, നല്ല സ്കില്ല്, കഴിവുകളൊക്കെ ഉണ്ടായിരിക്കണം. പിന്നെ അക്കൗണ്ടിങ്, നോളജ് അബൌട്ട് ഓഫ് കോണ്ടാക്ട്, അഗ്രിമെന്റ്, അക്കൗണ്ടിങ്. ലോജിക്കൽ തിങ്കർ, നല്ല ലോജിക്കായിട്ട് തിങ്ക് ചെയ്യണം. പിന്നെ ഗുഡ് ലിസൺ, നന്നായിട്ട് കേൾക്കണം. പിന്നെ ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ, ഹ്യൂമർ എന്ന് വെച്ചാൽ എന്താ, ഹ്യൂമർ ഉണ്ടായിരിക്കും, കോമഡി, ഹ്യൂമർ എന്താ, തമാശയോ അല്ല, അത് ഉണ്ടായിരിക്കണം. അങ്ങനെ. ഓക്കെ. അപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗുഡ് നെഗോഷിയേറ്ററിന്റെ സവിശേഷതകളൊക്കെയാണ്. ഫസ്റ്റ് നമുക്ക് പറയാം, ഫസ്റ്റ് ഹാവ് എ ഗുഡ് നോളജ് ഓഫ് പാർട്ടിക്കുലർ മെറ്റീരിയൽ. നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, നമ്മളിപ്പോ ഒരു എന്തെങ്കിലും മെറ്റീരിയലിനെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കരാറിൽ എത്തിയതെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആ മെറ്റീരിയലിനെ കുറിച്ചിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. അറിയാതെ പോയിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റില്ല നമുക്ക് അല്ലെ? ജസ്റ്റ് ഒന്ന് തുടങ്ങിയേക്കാം എന്ന് വിചാരിച്ച് നമുക്ക് തുടങ്ങാൻ പറ്റുമോ? ഇല്ല. അതിനെ കുറിച്ച് പഠിക്കുക, അതിലൊരു അറിവ്, പർട്ടിക്കുലർ മെറ്റീരിയലിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള അറിവ് ആർക്കുണ്ടാവണം? നെഗോഷിയേറ്റർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എഫിഷ്യൻസി ഇൻ കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം അല്ലെ? മറ്റുള്ളവരായിട്ട് സംസാരിക്കാനായിട്ടായാലും നല്ല രീതിയിൽ പെരുമാറാനായിട്ടായാലും അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നെഗോഷിയേറ്റർക്ക് ഉണ്ടാക്കണം. അതുപോലെ ബോത്ത് ഒഫൻസീവ് ആൻഡ് ഡിഫെൻസീവ് സ്റ്റൈൽ, അതായത് ഇപ്പോ നമ്മളിപ്പോ ഉടമ്പടിയിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എഗ്രിമെന്റിലൊക്കെ എത്തുമ്പോൾ ചിലവര് കരാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ചിലപ്പോ ആക്രമണങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ, ചിലപ്പോൾ മറ്റുള്ളവരെ ആക്രമിക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കാം അത്തരത്തിലുള്ള സ്വഭാവമുള്ളവരുണ്ടാവും. അപ്പൊ എന്താണ് പറയുന്നത്, അത്തരത്തിലുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ ആക്രമിക്കുന്ന രീതിയിലല്ലാതെ പ്രതിരോധാത്മകമായിട്ടുള്ള രീതിയിലുള്ള സ്റ്റൈലില് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആർക്കുണ്ടാവണം എന്ന് പറയുന്നത് ഈ ഗുഡ് നെഗോഷിയേറ്റർ അല്ലെ, നെഗോഷിയേറ്റർക്ക് ഉണ്ടാക്കണം. പിന്നെ എന്താണ്, ക്ലിയർ ആൻഡ് റാപ്പിഡ് തിങ്കർ അല്ലെ, കറക്റ്റ് ആയിട്ട് ചിന്തിക്കാനായിട്ടും ക്ലിയർ ആയിട്ടും റാപ്പിഡ് ആയിട്ടും നല്ല രീതിയിൽ ചിന്തിക്കാനായിട്ടുള്ള തിങ്കർ, ഗുഡ് തിങ്കർ ആയിരിക്കണം ആര്, നെഗോഷിയേറ്റർ എന്ന് പറയുന്നത്.
ഇനി ഗുഡ് ഇന്റർപേഴ്സണൽ സ്കിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ ബന്ധം സ്ഥാപിക്കുക അല്ലെങ്കിൽ ഇടപഴകാനായിട്ടുള്ള സ്കില്ല് ആർക്കുണ്ടാകണം? നെഗോഷിയേറ്റർക്ക് ഉണ്ടാക്കണം. നോളജ് അബൌട്ട് law of a contract agreements, accounting and pricing. അതുപോലെ തന്നെ കോൺട്രാക്ട് അതിന്റെ നിയമങ്ങളെ കുറിച്ച്, അതുപോലെ തന്നെ എഗ്രിമെന്റ്, അക്കൗണ്ടിങ് ആൻഡ് പ്രൈസിങ്, അതിനെ കുറിച്ചൊക്കെ എന്തുണ്ടാവണം? ഗുഡ് നോളജ് ഉണ്ടാകണം. ഓക്കെ, നമ്മളിപ്പോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ മെറ്റീരിയൽസിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിയമപരമായിട്ടുള്ള രീതിയിലായാലും അക്കൗണ്ട്സ് അല്ലെങ്കിൽ പ്രൈസിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വെറുതെ പോയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് നല്ലൊരു ഗുഡ് നോളജ് നെഗോഷിയേറ്റർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ലോജിക്കൽ തിങ്കർ, യുക്തിപരമായിട്ട് ചിന്തിക്കാനായിട്ടുള്ള കഴിവുള്ള ആളായിരിക്കണം. ഗുഡ് ലിസണർ ആയിരിക്കണം അല്ലെ, ലിസൺ ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടായിരിക്കണം. ഇപ്പൊ ചിലവരിപ്പോ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോ എന്താണ് അലസരൊക്കെ ഇട്ടിരിക്കുന്നത് കാണാം, ടീച്ചേഴ്സ് ഒക്കെ പറയുന്നത് കേൾക്കാതെ, അല്ലെങ്കിൽ മറ്റു ഏതൊരു ലോകത്തൊക്കെ ഇരിക്കുന്നത് പോലെ കാണാം ഇല്ലേ. നമ്മുടെ ക്ലാസ്സിൽ പലരും ചിലപ്പോ അങ്ങനെ ചെയ്യുന്നുണ്ടാവും അല്ലെ. ഞാൻ നിങ്ങളെ കാണാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലെ. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അല്ലെ, ടീച്ചർ ഇങ്ങനെ ഇരുന്ന് പറയും, നിങ്ങളേതായിട്ടുള്ള നിങ്ങള് ചിലപ്പോ കിടന്നുറങ്ങുന്നുണ്ടാവാം, ക്ലാസ് കേട്ട് ചിലപ്പോ കിടക്കാം അല്ലെ, ചിലർ ചായ കുടിക്കുന്നുണ്ടാവാം, ചിലർ അടുക്കളയിൽ പണിയെടുക്കുന്നുണ്ടാവാം അല്ലെ, പല രീതിയിലും അല്ലെ. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അല്ലെ. അപ്പൊ അതാണ് പറയുന്നത്, എന്താണ് ഗുഡ് ലിസണർ ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ചിലരുണ്ട്, ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോ എങ്ങനെയാണ്? കണ്ണില് നോക്കി സംസാരിക്കണം എന്ന് പറയാറുണ്ട് ഇല്ലേ. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണില് നോക്കിയിട്ടാണ് സംസാരിക്കേണ്ടത്. ചിലവരോട് സംസാരിക്കുമ്പോൾ എന്താണ്, ചിലര് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി നമ്മൾ പറയുന്നത്. അപ്പൊ ഒരു ശരിക്കും പറഞ്ഞാല് അത് ലിസൺ ചെയ്യുന്നുണ്ടോന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റില്ല. ചിലവർ അങ്ങനെയാണ്, നമ്മളിപ്പോ പറയുന്നുണ്ടാവും, അപ്പൊ ചിലപ്പോ അങ്ങോട്ട് നോക്കാം, അല്ലെങ്കിൽ അങ്ങനെ ചിലപ്പോ വഴിക്കിടി പോണ ആളെ നോക്കാം അല്ലെ. അതൊക്കെ എന്താണ് ശരിക്കും പറഞ്ഞാല് അയാൾ നമ്മളെ കേൾക്കാൻ തയ്യാറാവാത്ത ഒരു രീതിയിലുള്ള ഒരു സ്വഭാവമാണ് കാണിക്കുന്നത് അല്ലെ. അപ്പൊ അതാണ് പറയുന്നത് ഗുഡ് ലിസണർ. നമ്മൾ പറയുന്നത് കേൾക്കാനായിട്ട് തയ്യാറായി അത് ചിന്തിക്കാനായിട്ടുള്ള കഴിവുണ്ടാവണം, നല്ല രീതിയിൽ ലിസൺ ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടാവണം. അത്തരത്തിലുള്ള കഴിവ് ആർക്കുണ്ടാവണം എന്ന് പറയുന്നത് നെഗോഷിയേറ്റർക്ക് ഉണ്ടാവണം. നെക്സ്റ്റ് പറയുന്നത് ഒപ്റ്റിമൈസ്റ്റിക്, അതായത് എന്താണ് ഈ ശുഭാപ്തി വിശ്വാസം ഉള്ള ആളായിരിക്കണം. അതുപോലെ തന്നെ ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ, അതായത് നമ്മൾ പറഞ്ഞില്ലേ ജസ്റ്റ് ഹ്യൂമർ സെൻസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അത്തരത്തിൽ നമ്മൾ ഇപ്പോ സിനിമയിലൊക്കെ പറയാറുണ്ട് അല്ലെ. അത്തരത്തിലുള്ളൊരു ഇപ്പൊ തമാശയാണെങ്കിൽ അത്തരത്തിലുള്ളൊരു തമാശയോടൊക്കെ എടുക്കാനായിട്ട്, കാര്യത്തിൽ പറയുകയാണെങ്കിൽ കാര്യത്തിലുള്ള രീതിയിൽ എടുക്കാനായിട്ടുള്ള ഒരു ആളായിരിക്കണം ആര്, അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആളായിരിക്കണം നെഗോഷിയേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. മെറ്റീരിയലിനെ കുറിച്ച് നല്ല രീതിയിലുള്ള നോളജ് ഉണ്ടാവുക, ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവുക, അതുപോലെ തന്നെ ബോത്ത് ഒഫൻസീവ് ആൻഡ് ഡിഫെൻസീവ് സ്റ്റൈല്, അതുപോലെ റാപ്പിഡ് തിങ്കർ ആയിരിക്കണം, അതുപോലെ ഇന്റർപേഴ്സണൽ സ്കിൽ ഉണ്ടായിരിക്കണം, നോളജ് അബൌട്ട് ദി ലോ ഓഫ് കോൺട്രാക്ടിങ് എഗ്രിമെന്റ്, അക്കൗണ്ടിങ് ആൻഡ് പ്രൈസിങ്, ലോജിക്കൽ തിങ്കർ ആയിരിക്കണം, ഗുഡ് ലിസണർ ആയിരിക്കണം, ഹ്യൂമൻ സെൻസ് ഉണ്ടാവണം, ഓപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം. ഓക്കെ, ശുഭാപ്തി വിശ്വാസമുള്ള ആളായിരിക്കണം. ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്. ക്ലിയർ ആയില്ലേ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ ഈ പോയിന്റ്സുകളും. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് ഒബ്ജക്റ്റീവ് ഓഫ് നെഗോഷിയേഷൻ. ഓക്കെ, ഇതൊക്കെ ആയിരിക്കാം ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടു സേഫ് ഗാർഡ് ഓർഗനൈസേഷൻസ് ഇൻട്രസ്റ്റ് ആൻഡ് ഗോൾ. എന്താണ് ഇവിടെ പറയുന്നത്? ഓർഗനൈസേഷന് എന്തുണ്ടാവും? ഒരു ഓർഗനൈസേഷൻ തുടങ്ങുമ്പോ അല്ലെങ്കിൽ എന്താണ് ബിൽഡപ്പ് ചെയ്യുമ്പോ അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എന്തുണ്ടാവാറുണ്ട്? ഗോള്, വിഷൻ അല്ലെ, ലക്ഷ്യങ്ങൾ ഉണ്ടാവാറുണ്ട്, എയിം അല്ലെ, ഗോൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോ ഇപ്പൊ നമ്മൾ പറയുന്നത്, നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലെ. നമ്മൾ ഇപ്പൊ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള എഗ്രിമെന്റ് വെച്ചിരിക്കുന്നതെങ്കിൽ മിഷനും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ അല്ലെ, നെഗോഷിയേഷൻ നടത്തുന്നതെങ്കിൽ അത് എന്താണ് ആ സ്ഥാപനത്തിന്റെ ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ ഗോള്
സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം ചർച്ചകൾ നടത്തേണ്ടത്, അല്ലെ? നമ്മൾ പോയിട്ട് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് ചർച്ചകൾ നടത്തുന്നതെങ്കിൽ അല്ലെങ്കിൽ നെഗോഷിയേഷൻ ചെയ്യുന്നതെങ്കിൽ എന്താണ്, എന്റെ ഗോളിന് വേണ്ടിയിട്ടല്ല, എന്താണ് ഹോസ്പിറ്റലിന് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന്റെ ഇൻട്രസ്റ്റും ഗോളും സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ചർച്ചകൾ നടത്തേണ്ടത്. ഓക്കെ, അതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചർച്ചകൾ നടത്തുന്നതെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഇൻട്രസ്റ്റ്, ഗോള് ഇത് സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ചർച്ചകൾ നടത്താനായിട്ട്. ഈ നെക്സ്റ്റ് എന്താണ്, ടു സീ ദാറ്റ് ദ ഓർഗനൈസേഷൻ ഇസ് നോട്ട് ഇൻ എ ഡിസ്അഡ്വാൻറ്റേജസ് പൊസിഷൻ. അതായത് എന്താണ്, ചർച്ചകൾ നടത്തുമ്പോൾ പ്രതികൂലമായിട്ടല്ല അനുകൂലമായിട്ടായിരിക്കണം ചർച്ചകൾ നടത്തേണ്ടത്. നമ്മൾ പറഞ്ഞിരുന്നു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് നമ്മള് എവിടെയാണോ ജോലി ചെയ്യുന്നത് ആ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ചർച്ചകൾ നടത്തുമ്പോൾ അതിനെ താഴ്ത്താനുള്ള രീതിയിലല്ല നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു സംരക്ഷിക്കുന്ന രീതിയിൽ സമൂഹത്തിന്റെ ഇടയിൽ നല്ലൊരു ഗുഡ് ഇമേജ് വളർത്തിയെടുക്കുന്ന രീതിയിൽ അതിന് എന്താണ് ഗുണകരമായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ചർച്ചകൾ നടത്താനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്, to ensure that the organization gets all benefits which can easily and comparatively come to it in normal circumstances. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണ്, ഇപ്പോ നമ്മള് ചർച്ചകൾ നടത്തുമ്പോ അത് എന്താണ് സ്ഥാപനത്തിന് ഒരു ഗുണകരമായിട്ടുള്ള രീതിയിൽ വേണം നടത്താനായിട്ട്. ഇപ്പോ സാധനങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടാം. ഇപ്പൊ ഒരു എന്താ പറയാ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ സപ്ലയറുമായിട്ട് നമ്മള് സപ്ലയറുടെ 4 സ്റ്റേജസ് ഒക്കെ ഓർമ്മ വരുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ എന്താണ് ഇപ്പൊ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചെങ്കിൽ നമുക്ക് സപ്ലയർ നമ്മൾ തിരഞ്ഞെടുത്തു, സപ്ലയറുമായിട്ട് ചർച്ചകൾ നടത്തിയല്ലേ. അങ്ങനെയാണ് നമ്മൾ 4 സ്റ്റേജ് വരെ, ഒരു എക്സ്പീരിയൻസ് സ്റ്റേജ് വരെ ഓർമ്മയുണ്ടോ? ആ സ്റ്റേജസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കാം കേട്ടോ. ഇവിടെ പറയുന്നത് എന്താണ്, ഓർഗനൈസേഷന് ഗുണകരമാകുന്ന രീതിയിൽ വേണം നമ്മള് ചർച്ചകൾ നടത്താനായിട്ട്. ചർച്ചകള് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കിട്ടണം, അല്ലെ? അപ്പൊ ചർച്ച എങ്ങനെയാണ് ചെയ്യേണ്ടത്, സപ്ലയറുമായിട്ട് നമ്മൾ ചർച്ചകൾ നടത്തുമ്പോൾ മെറ്റീരിയൽസ് നമുക്ക് ഈസി ആയിട്ട് കിട്ടാം, അതുപോലെ തന്നെ ഓർഗനൈസേഷന് ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിൽ വേണം നമുക്ക് ചർച്ചകൾ നടത്താനായിട്ട്. ഇനി നെക്സ്റ്റ് നോക്കാം, നെക്സ്റ്റ് പോയിന്റ്, to see that the distant future of the organization is not bargained for the present. എന്താണ് ബാർഗെയിൻ എന്ന് പറഞ്ഞാല്? എന്താ ബാർഗെയിൻ? ബാർഗെയിൻ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ബാർഗെയിൻ ചെയ്യാ, വിലപേശുന്നത് അല്ലെ? വിലപേശൽ, അതാണ് ബാർഗെയിനിങ്ങിന്റെ മീനിങ്. നമ്മൾ വിലപേശാറുണ്ടല്ലേ. ഇപ്പൊ ഒരു പച്ചക്കറി കടയിൽ പോയിട്ടുണ്ടെങ്കിൽ, ഏതൊരു മീൻ മാർക്കറ്റ് അല്ലെ, ഫിഷ് മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ. ഇത്ര രൂപയ്ക്ക് തരൂ. അപ്പൊ അയാള് പറയും, കച്ചവടക്കാരൻ പറയും, പറ്റില്ല, ഇത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെടും അല്ലെ. നമ്മള് സ്ത്രീകളായതുകൊണ്ട് ആൺകുട്ടികൾ അങ്ങനെ ചെയ്യാറില്ല. നമ്മള് വീട്ടമ്മമാരായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്ത് ചെയ്യും, പച്ചക്കറി കടയിൽ പോയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ഫിഷ് മാർക്കറ്റിലൊക്കെ പോയാൽ നമ്മൾ എനിക്ക് ഇത്ര രൂപ ഇത്ര മതി കേട്ടോ, അല്ലെങ്കിൽ ഒരെണ്ണം കൂടി ഇട് അല്ലെ. നമ്മളിപ്പോ സിനിമയിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ, ജസ്റ്റ് അര കിലോ ആയിട്ടുണ്ടോ, അയ്യോ ആയിട്ടില്ലല്ലോ, ഒരെണ്ണം കൂടി ഇട്ടാ ശരിയാവും അല്ലെ, അവയിലിട്, ഇതൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. നമ്മൾ എന്താണ് വിലപേശാറുണ്ട്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. നോക്കാം, to see that the distant future of the organization is not bargained for the present. അതായത് ചർച്ചകൾ നടത്തുമ്പോൾ കുറെ നാള് കരാറ് ഉണ്ടാക്കുന്ന രീതിയിൽ വേണം നടത്താനായിട്ട്. നമുക്കറിയാം, ഒരു എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് 2 മാസത്തേക്കോ അല്ലെങ്കിൽ 1 മാസത്തേക്കോ ചർച്ചകൾ നമ്മൾ അഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ അയാളുടെ കയ്യിൽ നിന്ന്, സപ്ലയറുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കേണ്ടി വരുമ്പോ ആ സപ്ലയർ എന്ത് ചെയ്യാറുണ്ട്, 1 മാസത്തേക്കല്ലേ നിങ്ങൾ എഗ്രിമെന്റ് വെച്ചോളൂ, ബാക്കി എനിക്ക് തോന്നിയ പോലുള്ള വിലക്ക് അയാൾ തരും ഇല്ലേ. ഇപ്പൊ 10 രൂപയ്ക്ക് തരുന്ന മെറ്റീരിയല് 1 മാസം കഴിയുമ്പോ ആ എഗ്രിമെന്റ് കഴിഞ്ഞു, 1 മാസത്തേക്കാണ് നമ്മൾ വെച്ചിരിക്കുന്നത് എന്ന് കരുതുക.
ഇനി രണ്ടാമത്തെ മാസവും നമുക്ക് ആ മെറ്റീരിയൽ ആവശ്യമായിട്ട് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എവിടെ പോകും? സപ്ലൈയുടെ അടുത്ത് പോകും അല്ലെ. നമുക്ക് തരുന്നത് ആരാണോ ആ കച്ചവടക്കാരന്റെ അടുത്തേക്ക് നമ്മൾ പോകും. എന്നിട്ട് എന്ത് പറയും? ഞങ്ങൾക്ക് ഈ മെറ്റീരിയൽ വേണം, ഇന്ന വിലക്ക് വേണം എന്ന് പറയുമ്പോ അയാൾ സമ്മതിക്കോ? കാരണം എന്താ? എഗ്രിമെന്റില് ഒരു മന്തേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അയാൾ പറയും എന്താണ്, എഗ്രിമെന്റിൽ ഒരു മാസത്തല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ഇനി അടുത്ത മാസത്തേക്ക് ആകുമ്പോ എനിക്ക് തോന്നിയ വിലക്ക് തരാം. അപ്പൊ അയാൾ എന്ത് ചെയ്യും? ചിലപ്പോ കൂട്ടി പറയും പൈസ. നമ്മൾ എന്ത് ചെയ്യും? കൂട്ടി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഇങ്ങനെ എഗ്രിമെന്റ് വെക്കുമ്പോ നമുക്ക് എന്താണ്, ദീർഘനാളത്തേക്ക് ലോങ് ടൈമിലേക്ക് സാധനങ്ങൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന രീതിയിലുള്ള എഗ്രിമെന്റ് വേണം വെക്കാനായിട്ട്. കാരണം എന്താണ്, ഇനിയും സാധനങ്ങൾ നമ്മള് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കേണ്ടതാണ് അല്ലെ. ദീർഘനാളത്തേക്ക്, കുറേ നാളത്തേക്ക് നമ്മള് സാധനങ്ങൾ വാങ്ങിക്കുന്ന രീതിയിലുള്ള എഗ്രിമെന്റ് വേണം വെക്കാനായിട്ട്. അല്ലെങ്കിൽ എന്താണ്, ആ വെഞ്ചർക്ക് തോന്നിയ പോലെയുള്ള ഒരു പീസ് അല്ലെങ്കിൽ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടാം. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞത്. ക്ലിയർ ആണോ? ഇത്രയും വരെ പറഞ്ഞത് 4 പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? എൻഷുർ ദാറ്റ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആർ സെറ്റിൽഡ് ഇൻ apparent terms and nothing is left to interpretations which may result in misunderstanding and bitterness. എന്തായിരിക്കാം മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോ? നമ്മള് കേട്ടിട്ടുണ്ടല്ലേ ആ വാക്ക്, മിസ്അണ്ടർസ്റ്റാൻഡ്. എന്തായിരിക്കാം? വെരി ഗുഡ്, തെറ്റിദ്ധാരണകള് അല്ലെ. തെറ്റിദ്ധാരണ. ഇനി ബിറ്റർനെസ് എന്തായിരിക്കും? ബിറ്റർനെസ് നീരസം അല്ലെങ്കിൽ വിദ്വേഷം ഒക്കെ നമുക്ക് പറയാം. ഓക്കെ, നമ്മള് ബിസിനസ്സില് നമ്മള് കരാറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? എഗ്രിമെന്റുകള് സെറ്റിൽമെന്റ് ചെയ്യുന്നത് അല്ലെ. സൈൻ ചെയ്ത് നമ്മൾ ഒപ്പിടുന്നത് ഇല്ലേ. ഇന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞിട്ടായിരിക്കും ഇല്ലേ. ഇത്ര രൂപയ്ക്ക് തരണം, ഇത്ര ക്വാണ്ടിറ്റിയിൽ തരണം, ഇത്ര ക്വാളിറ്റിയിൽ തരണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? രണ്ടുപേരും ഒപ്പിട്ട് ആ എഗ്രിമെന്റില് സൈൻ ചെയ്യുന്നത് അല്ലേ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയില്ലേ. ഓക്കെ, അപ്പൊ എന്താണ്? കരാറുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞ് സെറ്റിൽ ചെയ്യുകയും ഇനി അത് ചിലപ്പോ ഒരു പിന്നീട് അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനോ അല്ലെങ്കിൽ ചിലപ്പോ സപ്ലയർക്ക് നമ്മുടെ ഇടയിൽ ഒരു വിദ്വേഷം വരുത്തുന്നതിന് വേണ്ടിയിട്ടോ കാരണമാകും. അതുകൊണ്ട് എന്താണ് പറയുന്നത്? നമ്മള് എഗ്രിമെന്റില് സൈൻ ചെയ്യുമ്പോ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞിട്ട് വേണം സൈൻ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എന്താണ്, രണ്ടുപേരും തമ്മിൽ ചിലപ്പോ തല്ല് പിടിക്കാനായിട്ടോ ചിലപ്പോ വാക്ക് തർക്കം, ചിലപ്പോ അതൊരു എന്താണ് കയ്യേറ്റം വരെ ആകാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് എഗ്രിമെന്റിൽ നമ്മൾ എപ്പോഴും സൈൻ ചെയ്യുമ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയണം. അതനുസരിച്ചിട്ട് വേണം എഗ്രിമെന്റ് പോവാനായിട്ട്. പിന്നീട് ഒരു ചിലപ്പോ എന്തെങ്കിലും വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എഗ്രിമെന്റ് എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും, ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് എന്നുള്ളത് അല്ലേ. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറയുന്നത്. എഗ്രിമെന്റിൽ നമ്മൾ രണ്ടുപേരും, ഞാനായാലും അതുപോലെ തന്നെ വെഞ്ചർ ആയാലും സൈൻ ചെയ്യുമ്പോൾ അല്ലെ, ബയർ ആൻഡ് സെല്ലർ സൈൻ ചെയ്യുമ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കണം. അതനുസരിച്ച് വേണം എഗ്രിമെന്റ് പോവാനായിട്ട്. നമുക്ക് ലോങ് ടേമിലേക്കാണ് എഗ്രിമെന്റ് നമ്മൾ സൈൻ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവിടെ നമ്മൾ എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം കേട്ടോ. കറക്റ്റ് ആയിട്ട് അത് നമ്മൾ നോക്കിയിട്ട് വേണം സൈൻ ചെയ്യാനായിട്ട്. പിന്നീട് അത് വിദ്വേഷത്തിലേക്കോ അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കോ വരാനായിട്ട് ഇടവരരുത്. പിന്നെന്താണ്? ഫോർമാറ്റിംഗ് സ്ട്രാറ്റജീസ് plans of action designed to achieve a long-term aim and tactics are vital part of a negotiation. ഇനി എന്ത് ചെയ്യാം? നമ്മൾ എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തു, അത് കറക്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻസും ടേംസ് ഒക്കെ വെച്ചിട്ട് റൂൾസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ സൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം ഓക്കെ ആയി. ഇനി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യണം അല്ലെ. എന്താ സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാല്? തന്ത്രങ്ങള് അല്ലെ. ടാക്ടിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ടാക്ടിക്സ് എന്തായിരിക്കാം?
എന്തായിരിക്കാം? ടാക്ടിക്സ്. തന്ത്രങ്ങൾ തന്നെയാണ് കേട്ടോ. സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ടാക്ടിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും തന്ത്രങ്ങൾ തന്നെയാണ്. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പോ എത്ര നാളത്തേക്കുള്ള എഗ്രിമെന്റ് ആയിരിക്കണം നമ്മൾ വെക്കേണ്ടത്? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1 മാസത്തേക്കുള്ള എഗ്രിമെന്റ് ആണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വെക്കുന്നത്? അല്ല, ലോങ് ടൈമിലേക്ക് എടുക്കണം അല്ലെ നമ്മള്. ഓക്കെ, അപ്പൊ നമ്മുടെ ലോങ് ടൈം എയിം എന്താണ്, അത് അച്ചീവ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാവും അല്ലെ. ലോങ് ടൈമിലേക്കാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ലോങ് ടൈമിലേക്ക് വെച്ചില്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റില്ല. 1 മാസത്തിലാണെങ്കിൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോ അത് വരാൻ സാധ്യതയുണ്ട് അല്ലെ. സപ്ലയർ എന്ത് ചെയ്യും, അയാൾക്ക് തോന്നിയ രീതിയിൽ നമുക്ക് മെറ്റീരിയൽസ് തരും 1 മാസം കഴിയുമ്പോൾ. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ലോങ് ടൈമിലേക്കാണ് എഗ്രിമെന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ലോങ് ടൈം ഗോള് അച്ചീവ് ചെയ്യുന്ന രീതിയിലുള്ള തന്ത്രങ്ങള്, അതായത് സ്ട്രാറ്റജീസ് വേണം മെനഞ്ഞെടുക്കാനായിട്ട്. അതാണ് അടുത്ത ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. നമ്മുടെ ലോങ് ടൈം ഗോള് അച്ചീവ് ചെയ്യുന്ന രീതിക്ക് അതിനു വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് മെനഞ്ഞെടുക്കുക. ഓക്കെ, ക്ലിയർ ആയോ? ഇനി എന്താ, നെഗോഷിയേഷൻ കമ്മിറ്റി. ഇനി ഒരു നെഗോഷിയേഷൻ കമ്മിറ്റി ഉണ്ടാവും. ആരൊക്കെയാണ് നമ്മുടെ ഓർഗനൈസേഷനിലുള്ള നെഗോഷിയേഷൻ കമ്മിറ്റി എന്ന് പറയുന്നത്? ആരൊക്കെയാണെന്ന് നോക്കിയേ. ഇൻക്ലൂഡ്സ് ഓഫ് ദി പർച്ചേസ് മാനേജർ ഉണ്ട് ഇല്ലേ? ആളെ ഓർമ്മയുണ്ടോ? എവിടെയാണ് നമ്മൾ പഠിച്ചത് പർച്ചേസ് മാനേജർ? ഓർമ്മയുണ്ടോ? ഡയഗ്രാം ഒക്കെ വന്നത് ഓർമ്മയുണ്ടോ? സ്റ്റോർ, പർച്ചേസ് അസിസ്റ്റന്റ്, സ്റ്റോർസ് അസിസ്റ്റന്റ്, ഓർമ്മയുണ്ടോ? ഓക്കെ, ഓർമ്മയുണ്ടെങ്കിൽ നന്നായി. ഓക്കെ, അപ്പോ പർച്ചേസ് മാനേജർ ഉണ്ട്. ആരൊക്കെയാണ്? പർച്ചേസ് മാനേജർ, ഫിനാൻസ് മാനേജർ, പാർട്ടിക്കുലർ പേഴ്സൺ ഫ്രം ദ യൂസർ ഡിപ്പാർട്ട്മെന്റ്. ഇനി ഓരോ മെറ്റീരിയൽസും യൂസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അതിലെ പാർട്ടിക്കുലർ പേഴ്സൺസ് ഉണ്ടാവും. അതുപോലെ തന്നെ മോസ്റ്റ്ലി പ്രോബബിളി അഡ്മിനിസ്ട്രേഷൻ ഓൾസോ, അഡ്മിനിസ്ട്രേഷൻ ഏരിയ. അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ആ ഡിപ്പാർട്ട്മെന്റിലെ പർട്ടിക്കുലർ പേഴ്സൺസ് ഉണ്ടാവും, ഫിനാൻസ് മാനേജർ ഉണ്ടാവും, പർച്ചേസ് മാനേജർ ഉണ്ടാവും. ഇതൊക്കെയാണ് നെഗോഷിയേഷൻ കമ്മിറ്റിയിൽ ഉള്ള അംഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കിയേ. ക്യാരക്ടറിസ്റ്റിക്സ് തൊട്ട് ഒബ്ജക്റ്റീവ്സ് വരെ വായിച്ചു നോക്കാം കേട്ടോ. ഓരോന്നും അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് കമ്മിറ്റിയിലുള്ളവര്. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഓർത്ത് വെക്കുക, ക്യാരക്ടറിസ്റ്റിക്സ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം ഏതൊക്കെയാണെന്നുള്ളത്.
കഴിഞ്ഞോ? ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമ്മള് നെഗോഷിയേഷൻ നടത്തുന്നത് എങ്ങനെയാണ്, അതിന്റെ പ്രോസസ് അതൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, നോക്കിയേ, പ്രോസസ് ഓഫ് നെഗോഷിയേഷൻ 3 phases ഉണ്ടെന്ന് പറയുന്നുണ്ട് അല്ലെ. ഫസ്റ്റ് ഫേസ് എന്താണ്? പ്രീ നെഗോഷിയേഷൻ ഫേസ്. സെക്കൻഡ് ഫേസ് മീറ്റിംഗ് ഫേസ് ആണ്. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ്. ഇനി നമുക്ക് ഓരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ പ്രീ നെഗോഷിയേഷൻ ഫേസ്. എന്താ പ്രീ നെഗോഷിയേഷൻ ഫേസ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കും പ്രീ നെഗോഷിയേഷൻ? വില വീശുന്നത് അല്ലെ, എന്താണ് പ്രീ നെഗോഷിയേഷൻ ഫേസ് എന്നാണ്. അതായത് നെഗോഷിയേഷന് മുമ്പുള്ള അല്ലെങ്കിൽ ചർച്ചയ്ക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 5 സ്റ്റെപ്പുകൾ ഉണ്ട് അതിനകത്ത്. നമുക്ക് നോക്കാം എന്താണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ചർച്ചയ്ക്ക് മുമ്പുള്ള സ്റ്റെപ്പാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അല്ലെ. 5 സ്റ്റെപ്പ് ഉണ്ട്. നോക്കാം. ഫസ്റ്റ് വൺ, കറക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദി മെറ്റീരിയൽ. നമുക്കറിയാം അല്ലെ, നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞിരുന്നു അല്ലെ. നെഗോഷിയേറ്റർ ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ പറഞ്ഞു എന്താണ്, മെറ്റീരിയൽസിനെ കുറിച്ച് കറക്റ്റ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ നോളജ് ആർക്കുണ്ടായിരിക്കണം? നെഗോഷിയേറ്റർക്ക് ഉണ്ടായിരിക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി എന്താ? അനലൈസസ് കൺസിസ്റ്റിംഗ് ഓഫ് ഇൻഫർമേഷൻ വിത്ത് അതർ ടെൻഡേഴ്സ്. ടെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കേട്ടിട്ടുണ്ടാവുമല്ലോ, നിങ്ങൾ പേപ്പേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോ. ടെൻഡർ ക്ഷണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടോ? കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യണം, പേപ്പറൊക്കെ കിട്ടുമ്പോ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ, ജസ്റ്റ് നിന്ന് മുതലൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. ടെൻഡർ ക്ഷണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടാവും അല്ലെ. കുറച്ചു പേരൊക്കെ കണ്ടിട്ടുണ്ട്, അറിയാം. ഓക്കെ, പേപ്പർ വായിക്കുന്ന ആരൊക്കെയാണെന്നൊക്കെ മനസ്സിലായി. ആരും വായിക്കാറില്ല പേപ്പർ? അങ്ങനെ വായിക്കാറുണ്ടോ? പേപ്പർ വായിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്താണ് അതിലെ ന്യൂസ് പേപ്പറിലൊക്കെ ഉണ്ടാവാറുണ്ട് ടെൻഡർ ക്ഷണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്താണ് ടെൻഡർ എന്ന് പറയുമ്പോ? ടെൻഡർ എന്ന് പറഞ്ഞാലും എന്തായിരിക്കും? എന്തുദ്ദേശിക്കുന്നത്? എന്താ ടെൻഡർ? അതന്നെ, കരാർ തന്നെയാണ് അല്ലെ. കരാർ തന്നെയാണ് ടെൻഡർ എന്ന് പറഞ്ഞാല്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി ആലോചിച്ച് തലപുണ്ണാക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ് ടെൻഡർ എന്ന് പറഞ്ഞാലും കരാർ തന്നെയാണ്. ഓക്കെ ഓക്കെ, അപ്പൊ എന്താണ് ഈ ഇവിടെ പറയുന്നത്? അനലൈസിസ് കൺസിസ്റ്റിംഗ് ഓഫ് ഇൻഫർമേഷൻ വിത്ത് അതർ ടെൻഡർ. അതായത് മറ്റു ടെൻഡറുകളുമായിട്ട് ബന്ധപ്പെട്ട് വിവരങ്ങള് ഉൾപ്പെടുത്തി നടത്തുന്ന ഒരു വിശകലനം. അനലൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? വിശകലനം ചെയ്യാ, വിലയിരുത്താ. അപ്പൊ എന്താണ്? പല ടെൻഡറുകൾ ഉണ്ടാവും, അതില് നമുക്ക് യോജിക്കുന്ന കരാറ് ഉണ്ടോ എന്നുള്ളത് വിശകലനം ചെയ്യുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, എങ്ങനെയൊക്കെ കരാറ് നമ്മൾ നോക്കുന്നത്? നമുക്ക് യോജിച്ച, നമുക്ക് പറ്റുന്ന പ്രൈസിൽ, നമുക്ക് എന്താണ് എത്ര ക്വാണ്ടിറ്റി വേണം, എത്ര ക്വാളിറ്റിയിൽ വേണം, നമ്മൾക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ് പ്രൈസ് കിട്ടുന്ന മെറ്റീരിയൽസ് ഏതാണോ അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ട കരാറാണ് നമ്മൾ നോക്കുക അല്ലെ. അപ്പൊ മറ്റു കുറെ ടെൻഡേഴ്സുകൾ ഉണ്ടാവും. ആ ടെൻഡേഴ്സിൽ ഏതാണ് നമുക്ക് പറ്റിയത് എന്നുള്ളത് വിശകലനം ചെയ്യുന്നു. ഓക്കെ, തേർഡ് സ്റ്റെപ്പ് എന്താ? ഒബ്ജക്റ്റീവ് ഡിഫൈൻ. ഹൗ മച്ച് മാക്സിമം വി ക്യാൻ ഗോ. ഇനി നമ്മൾ ഉദ്ദേശിച്ച കരാറുമായിട്ട് നമുക്ക് എത്രത്തോളം നമ്മുടെ ലോങ് ടൈം ഒബ്ജക്റ്റീവ് ഉണ്ട് ഇല്ലേ, നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ലോങ് ടൈം ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് അല്ലെ. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ കരാറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എത്രത്തോളം മാക്സിമം ഇത് കൊണ്ടുപോകാൻ പറ്റും അല്ലെ, നമ്മൾ യോജിച്ച വിലക്ക് അല്ലെങ്കിൽ യോജിച്ച ക്വാണ്ടിറ്റിക്ക് എത്രത്തോളം ഇത് കരാറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഡിഫൈൻ ചെയ്തു. ഇനി എന്താണ്? ഡെവലപ്പിംഗ് സ്ട്രാറ്റജീസ്. ഓക്കെ, എന്ത് ചെയ്യാം? സ്ട്രാറ്റജീസ് അല്ലെ, തന്ത്രങ്ങള് ഡെവലപ്പ് ചെയ്തു. ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് പ്രിലിമിനറി ടാക്ടിക്സ്, അതായത് പ്രാഥമിക തന്ത്രങ്ങള്. നിങ്ങള് കിങ് ലെയർ കണ്ടിട്ടുണ്ടോ? കിങ് ലെയർ ആരുടെ ഫിലിമാണ്? കിങ് ലെയർ കണ്ടിട്ടുണ്ട്? ഉണ്ട്. ഓക്കെ, ദിലീപിന്റെ ആണ്. കാണാത്തവരുണ്ടാവും. കാണാത്തവരാരും തന്നെ ഉണ്ടാവില്ല അല്ലെ. ഒരു
മിഡിൽ എന്ന് വെച്ചാല് അധികം പഴക്കവുമില്ല, അധികം പുതിയതുമല്ല, ഒരു മിഡിൽ ക്ലാസ് ആണ് അല്ലെ. ദിലീപിന്റെ പടമാണ്. ഓക്കെ, അതിനകത്ത് അവര് പറയുന്നുണ്ട് ഈ ആശാസരത്തിന്റെ അവിടെ വരുമ്പോ എന്താണ് ഈ അവര് പേസ്റ്റ് ആണോ ക്രീം ആണോ മിസ്സിന് ഓർമ്മയില്ല, ക്രീമാണെന്ന് തോന്നുന്നു. ക്രീം എന്താണ് 1 മാസം കൊണ്ട് ഉപയോഗിക്കുന്ന ക്രീം 1/2 മാസം കൊണ്ട് നമുക്ക് വീണ്ടും സെയിൽ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്? ടൂത്ത് പേസ്റ്റ് ആണല്ലേ. ഓക്കെ ഓക്കെ, അതെങ്ങനെയാ സെയിൽ ചെയ്യാൻ പറ്റുന്നത്? ആ ഹോള്, അതിന്റെ ആ വരുന്ന ഹോളിന്റെ വലിപ്പം കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എന്താണ് പ്രസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരും ഇല്ലേ. അപ്പൊ അങ്ങനെ 1 മന്ത് കൊണ്ട് തീർക്കുന്ന പേസ്റ്റ് നമുക്ക് 1/2 മന്ത് കൊണ്ട് തീർത്ത് പിന്നെയും നമുക്ക് എന്താണ് ആ മന്ത് തന്നെ 2ാമത്തെ സെയിലിന് പറ്റും അല്ലെ. സൈസ് കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പൊ അതാണ് പ്രാഥമിക തന്ത്രങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള സ്ട്രാറ്റജീസ് നമ്മുടെ പ്രൊഡക്റ്റ് എന്താണോ അതെങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റും, അത് ആ സെയിൽ എങ്ങനെ കൂട്ടാൻ പറ്റും എന്നുള്ളതാണ് ഇത് പ്രിലിമിനറി സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഒരു ജസ്റ്റ് എക്സാമ്പിൾ മിസ് പറഞ്ഞതാണ് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് പ്രീ നെഗോഷിയേഷൻ ഫേസ് എന്ന് പറഞ്ഞാല്. 5 കാര്യങ്ങളാണുള്ളത്. മെറ്റീരിയൽസിനെ പറ്റിയിട്ട് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം, ഒരു നോളജ് ഉണ്ടാവാം. അതുപോലെ തന്നെ മറ്റു ടെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ കരാറാണ്. ആ കരാറ് നോക്കാം. കൂടുതൽ ഇപ്പൊ ന്യൂസ് പേപ്പറിലൊക്കെ കൂടുതൽ ടെൻഡേഴ്സുകൾ ഉണ്ടാവും. ആ ടെൻഡേഴ്സ് നോക്കിയിട്ട് ഏതാണ് നമുക്ക് യോജിച്ചത് എന്നുള്ളത് നോക്കിയിട്ട് അനലൈസ് ചെയ്യാം, വിശകലനം നടത്തി. അതുപോലെ തന്നെ എത്രത്തോളം നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, എത്ര നാള് എന്നുള്ളത് നോക്കുന്നു. അതിനുശേഷം ഡെവലപ്പിംഗ് സ്ട്രാറ്റജീസ് മെനയുന്നു. അതിനുശേഷം പ്രിലിമിനറി ടാക്ടിക്സ് നോക്കുന്നു അല്ലെ. ആ തിങ്കിങ് ലെയറിന്റെ പേസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അതാണ് പ്രിലിമിനറി ടാക്ടിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫേസ് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് മീറ്റിംഗ് ഫേസ്. എന്തായിരിക്കാം മീറ്റിംഗ് ഫേസ് എന്ന് പറയുമ്പോ? മീറ്റിംഗ് അല്ലെ, എന്താണ് അത്? അവിടെ പറയുന്നത് 2 പേരും തമ്മില് നമ്മൾ ചർച്ചകൾ നടത്താറുണ്ട് അല്ലെ, ബയർ ആൻഡ് സെല്ലർ. അതിന്റെ വിശദീകരണങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. വിൽ നോട്ട് ബി കംപ്ലീറ്റഡ് ഇൻ 1 മീറ്റിംഗ്. ഒരു മീറ്റിംഗ് കൊണ്ട് ഇത് കംപ്ലീറ്റ് ആവില്ല ഈ ഫേസ്. നോക്കാം. ഡിവൈഡഡ് ഇൻടു 3 കാര്യങ്ങൾ, 3 മീറ്റിംഗ്സ് ആണ് അവിടെ ഉള്ളത്. ഓരോ മീറ്റിംഗ്സും കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം, ചോദിക്കാറുണ്ട്. ഓക്കെ, എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ് ഉണ്ട്, ഡിസ്കഷൻ മീറ്റിംഗ് ഉണ്ട്, എഗ്രിമെന്റ് മീറ്റിംഗ് ഉണ്ട്. എന്താണ് എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ് എന്ന് പറഞ്ഞാല്? ടു പാർട്ടീസ് ഇൻട്രൊഡ്യൂസ് ദംസെൽഫ് ആൻഡ് ഇൻഫോർമേഷൻ അനലൈസ്ഡ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? 2 പാർട്ടീസ് ഉണ്ട് അല്ലെ. ആരൊക്കെയാണ് 2 പാർട്ടീസ് എന്ന് പറഞ്ഞാല്? ആരൊക്കെയാ 2 പാർട്ടീസ് എന്ന് പറയുമ്പോ? ആരൊക്കെ ആയിരിക്കും? ആരൊക്കെയാ 2 പാർട്ടീസ്? എഗ്രിമെന്റിലുള്ള 2 പാർട്ടീസ് ആരൊക്കെയാ? ഞാനും സ്നേഹയാണോ? അല്ല, ബയറും സെല്ലറും ആണല്ലേ. ഓക്കെ, ബയറും സെല്ലറുമാണ് 2 പാർട്ടീസ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. അവരെന്ത് ചെയ്യുന്നുണ്ട്? 2 പാർട്ടീസ് ഇൻട്രൊഡ്യൂസ് ദംസെൽഫ്. എന്താണ്? അവരുടെ സ്വയം പരിചയപ്പെടുത്താം. അവരെ സ്വയം പരിചയപ്പെടുത്തുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വയം പരിചയപ്പെടുത്തുന്നു. ആൻഡ് ഇൻഫോർമേഷൻ അനലൈസ്, ഇൻഫോർമേഷൻസുകൾ വിശകലനം ചെയ്യുന്നു. അതാണ് എന്തിൽ വരുന്നത്? എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ് എന്ന് പറയുന്നത്. 2 പേരും തമ്മിൽ സ്വയം പരിചയപ്പെടുത്തുന്നു, ഇൻഫോർമേഷൻ അനലൈസ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ്? ഡിസ്കഷൻ മീറ്റിംഗ്. ഇതായിരിക്കാം ഇഷ്യൂസ് ഡിസ്കസ്ഡ്. അതായത് എന്താണ്? ആ വിഷയത്തെ കുറിച്ച് ഇപ്പൊ എന്താണ്, ഇപ്പൊ നമുക്ക് ഇന്ന പ്രൈസിന് തരുമോ, അല്ലെങ്കിൽ ഇന്ന ക്വാളിറ്റിയില്, ഇന്ന ക്വാണ്ടിറ്റിയില്, ഇന്ന ടൈമില്, ഇന്ന ഡേറ്റിനുള്ളിൽ തരണം. ഈ ടൈമൊക്കെ നമ്മൾ പഠിച്ചില്ലേ? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? അപ്പൊ ഇന്ന ഡേറ്റിനുള്ളിൽ ഞങ്ങൾക്ക് തരാൻ പറ്റുമോ? അപ്പൊ എന്താണ്? അതൊക്കെ ജസ്റ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അതൊക്കെയാണ് അവിടെ പറയുന്നത്. അതാണ് ഡിസ്കഷൻ മീറ്റിംഗ് എന്ന് പറയുന്നത്. വെരി ഗുഡ്, ഗ്യാപ്പ് ആണ് അല്ലെ. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു ലീഡ് ടൈം എന്ന് പറഞ്ഞാല് നമ്മൾ ഓർഡർ ചെയ്തു, അത് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള ടൈം ഗ്യാപ്പിനെയാണ് നമ്മൾ ലീഡ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന ഡേറ്റിനുള്ളിൽ ഞങ്ങൾക്ക് കിട്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യണം അല്ലെ. അതൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടതാണ്. അതാണ് ഡിസ്കഷൻ മീറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി എന്താ? എഗ്രിമെന്റ് മീറ്റിംഗ്.
agreement reached at and the contractor is signed by both of the parties. ഇനി കറക്റ്റ് ആയി തരാം, ഇതൊക്കെ കറക്റ്റ് ആക്കി തരാം, അല്ലെങ്കിൽ എന്താണ് ഇന്ന ടൈമില് ഇന്ന പ്ലേസിൽ വെച്ച് ഇന്ന ക്വാളിറ്റിയില് ഇന്ന ക്വാണ്ടിറ്റിയില് ഇത്ര പ്രൈസിൽ തരാം എന്ന് പറഞ്ഞ് രണ്ടുപേരും ഒരു എന്താ പറയാ ഒത്തുതീർപ്പിലെത്തി അല്ലെ. അങ്ങനെ വരുമ്പോ അവരെന്ത് ചെയ്യും, രണ്ടുപേരും തമ്മില് ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കോൺട്രാക്റ്റില് എന്ത് ചെയ്യുന്നുണ്ട്, ഒപ്പുവെക്കുന്നു, എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു അല്ലെ. അതാണ് എഗ്രിമെന്റ് മീറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 3 മീറ്റിംഗിന്റെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ് ഉണ്ട്, ഡിസ്കഷൻ മീറ്റിംഗ് ഉണ്ട്, എഗ്രിമെന്റ് മീറ്റിംഗ് ഉണ്ട്. എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും സ്വയം പരിചയപ്പെടുത്തുന്നു, ഇൻഫോർമേഷൻ അനലൈസ് ചെയ്യുന്നു. ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്യൂ, അതായത് എന്താണ്, നമുക്ക് ഇന്ന ടൈമിൽ തരുമോ, ഇന്ന പ്ലേസില് ഇന്ന ക്വാളിറ്റിയിൽ ഇന്ന ക്വാണ്ടിറ്റിയിൽ ഇന്ന പ്രൈസിൽ തരുമോ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഒരു ഓക്കെ പറയുന്നു, രണ്ടുപേരും ഓക്കെ ആണെങ്കിൽ എഗ്രിമെന്റിൽ സൈൻ ചെയ്യുന്നതാണ് എഗ്രിമെന്റ് മീറ്റിംഗ് എന്ന് പറയുന്നത്. വായിച്ചു നോക്കിയെന്ന് ഫസ്റ്റ് തൊട്ടൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഫസ്റ്റ് പ്രീ നെഗോഷിയേഷൻ ഫേസ് ആൻഡ് മീറ്റിംഗ് ഫേസ് ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത ഓപ്ഷനിലോട്ട് കിടക്കാം. കിട്ടിയോ? ഓക്കെ ആണോ? രണ്ട് ഫേസും ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഫേസ് ആണ് സി പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഫേസ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ചോദിക്കാറുണ്ട് പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസിന്റെ മറ്റൊരു പേര് എന്താണ്? ഓക്കെ, അപ്പൊ നമ്മൾ എഴുതണം എക്സിക്യൂട്ടീവ് ഫേസ് എന്നുള്ളത് ഓർത്ത് വെക്കാം. ഇനി നോക്കി അതിനകത്ത് പറയുന്ന കാര്യങ്ങള്. എഗ്രിമെന്റ് ഈസ് ക്യാരിഡ് ഔട്ട്. ഇതിലെന്താണ്, എഗ്രിമെന്റ് നടപ്പിലാക്കുന്ന ഒരു ഫേസ് ആണ് അല്ലെ. ഏതൊക്കെ സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മൾ എഗ്രിമെന്റ് നടപ്പിലാക്കുന്നത്? ഓക്കെ, ഫസ്റ്റ് വൺ, ടു പ്ലേസ് ദ പർച്ചേസ് ഓർഡർ. നമ്മൾ കൊടുക്കും അല്ലെ, നമ്മള് പർച്ചേസ് ഓർഡർ ഇന്ന മെറ്റീരിയൽ ഇത്രയും ക്വാണ്ടിറ്റി വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, പർച്ചേസ് ഓർഡർ സപ്ലയർക്ക് കൊടുക്കുന്നു. ഇൻസ്പെക്ഷൻ അറ്റ് സോഴ്സ്, അതായത് എക്സാമ്പിൾ ഇവിടെ പറയാം. നമ്മൾ ഒരു മെറ്റീരിയൽ വാങ്ങിക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർഡർ കൊടുത്ത് നമ്മള് എന്താണ്, ഇപ്പോ അവര് ഉണ്ടാക്കുന്ന സ്ഥലത്ത് ചിലപ്പോ അവരുടെ ഓഫീസിൽ പോയിട്ട് അല്ലെങ്കിൽ ഗോഡൌണിലൊക്കെ പോയിട്ട് നമ്മളൊന്ന് ഇൻസ്പെക്ഷൻ സൂക്ഷ്മ പരിശോധന നടത്താറുണ്ട്. നമുക്കറിയാം, നമ്മൾ പെട്ടെന്ന് ഒരു എഗ്രിമെന്റിൽ വെച്ചിട്ട് നമുക്ക് ഓർഡർ കൊടുത്താൽ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് നമുക്ക് കരുതാൻ പറ്റില്ല അല്ലെ. നമ്മൾ പോയിട്ട് ഇപ്പോ നമ്മളെ വീട്ടില് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ വീട് പണി നടക്കുമ്പോൾ മാർബിള് ഗ്രാനൈറ്റ് ഒക്കെ ഇടും അല്ലെ. അപ്പൊ എന്താണ്, നമ്മൾ പോയിട്ട് അവിടെ എന്ത് ചെയ്യും, ഗോഡൌണിൽ പോയിട്ട് അല്ലെങ്കിൽ അവിടെ ഓഫീസിൽ പോയിട്ട് നമ്മൾ നോക്കും അല്ലെ, ഏതൊക്കെയാണ് വേണ്ടത്, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ റേറ്റിൽ വേണം എന്നുള്ളത് നമ്മൾ നോക്കാറുണ്ട് അല്ലെ. അവിടെ പോയിട്ട് നമ്മൾ പരിശോധിക്കില്ലേ, നമ്മൾ എന്ത് ചെയ്യും, എന്നിട്ട് നമ്മൾ ഓർഡർ കൊടുത്തിട്ട് അവിടെ നിന്ന് കൊണ്ടുവരും അല്ലെ. അങ്ങനെയാണ് ചെയ്യാറ്. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്യുന്നത്, അല്ല, നമ്മൾ അവിടെ പോയിട്ട് നോക്കും, പരിശോധിക്കും അല്ലെ, ഇൻസ്പെക്ഷൻ നടത്താറുണ്ട് അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഇവിടെ എന്താണ്, ഓർഡർ കൊടുക്കുന്നു, അതിനുശേഷം എവിടെ നിന്നാണ് മെറ്റീരിയൽസ് സ്വീകരിക്കുന്നത്, അത് എവിടെയാണ് അവരുടെ ഉറവിടം എന്നുള്ളത് നമ്മള് പറയുന്ന ഒരു കാര്യമാണ് ഇൻസ്പെക്ഷൻ അറ്റ് ദ സോഴ്സ്. അവിടെ പോയിട്ട് നമ്മള് മെറ്റീരിയൽസ് പരിശോധിക്കുന്നു. ഇപ്പൊ ഗോഡൌണിലോ അല്ലെങ്കിൽ അവരുടെ ഓഫീസിൽ പോയിട്ട് നമ്മൾ അന്വേഷിക്കുന്നു. ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ടു റിസീവ് എ പാർട്ടിക്കുലർ ഐറ്റം ഇൻ അവർ സ്റ്റോർ. എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓർഡർ കൊടുത്തു, നമ്മുടെ സ്റ്റോറിലേക്ക് ആ ഐറ്റംസ് നമ്മൾ സ്വീകരിക്കുന്നു. ഓക്കെ, നമ്മുടെ സ്റ്റോർ എവിടെയാണോ നമ്മള്
സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണോ അവിടേക്ക് ആ പർട്ടിക്കുലർ ഐറ്റം സ്റ്റോർ ചെയ്യുന്നു. സ്റ്റോർ ചെയ്ത് വെച്ചാൽ പോരല്ലേ. ഇനി എന്താണ് ഇൻസ്പെക്ഷൻ അറ്റ് അവർ പ്രിമിസസ്, അതായത് എന്താണ് മെറ്റീരിയൽസ് ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷമുള്ള ഒരു പരിശോധന. അതായത് എന്താണ് നമ്മൾ നോക്കണം, നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റിയില് ഇപ്പൊ ഒരു മെറ്റീരിയൽ നമ്മളിപ്പോ എന്താ പറയാ ഒരു സ്റ്റോറിലേക്ക് ഒരു ബുക്ക് ആയിക്കോട്ടെ, ബുക്ക് നമ്മൾ 10 എണ്ണം പറഞ്ഞു. അപ്പൊ നമ്മൾ എഴുതി നോക്കും, കറക്റ്റ് ആയിട്ട് ആ ബുക്കിന്റെ പേര് കറക്റ്റ് ആയിട്ട് നോക്കും അത് എത്ര എണ്ണം ഉണ്ട്. അപ്പൊ 10 എണ്ണം പറഞ്ഞിട്ട് 8 എണ്ണം കൊണ്ടുവന്നെങ്കിൽ എന്താണ് ബാക്കി 2 എണ്ണം കൂടി നമുക്ക് വേണം, അല്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. നമ്മളതിന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ, നമുക്ക് കോസ്റ്റ് കൂടുതലായിട്ട്. കറക്റ്റ് ക്വാണ്ടിറ്റിയിലാണോ. ഇപ്പൊ മെഡിസിൻസ് ആയാലും ഇന്ന പേര്, ഇപ്പൊ പാരസെറ്റാമോളിന്റെ സിറപ്പ് എത്ര എണ്ണം പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ടാബ്ലറ്റ് ഡോളോ എത്ര എണ്ണം പറഞ്ഞിട്ടുണ്ട്, അത് കറക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമ്മള് പരിശോധിച്ച് നോക്കണോ അല്ലെ, അല്ലെങ്കിൽ നമുക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മളുടെ സ്റ്റോറിലേക്ക് മെറ്റീരിയൽസ് എത്തിയതിനു ശേഷമുള്ള ഒരു പരിശോധനയാണ് എന്ത് ഇൻസ്പെക്ഷൻ അറ്റ് അവർ പ്രിമൈസസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പരിശോധിച്ച ശേഷം എന്തെങ്കിലും ഡാമേജുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ റിജക്ട് ചെയ്യുന്നു. അതാണ് അടുത്ത സ്റ്റെപ്പ്, ആക്സെപ്റ്റ് ഓർ റിജക്ട്. ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഒരു 10 എണ്ണം ബുക്ക് 10 എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോറിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യും, ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇനി ഡാമേജ് ഉണ്ട്, പേജ് ഒക്കെ കീറി കറക്റ്റ് ആയിട്ടല്ല ഇരിക്കുന്നത്, അല്ലെങ്കിൽ മെഡിസിനിൽ എന്തെങ്കിലും എക്സ്പയറി ആയിട്ടുള്ള മെഡിസിനുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ റിജക്ട് ചെയ്യുന്നു. ബാക്കിയുള്ളതിനെ കറക്റ്റ് ആണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്ത് സ്റ്റോറിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇനി എന്താ റെക്കോർഡ് ഇൻ സ്റ്റോക്ക് രജിസ്റ്റർ. നമ്മൾ സ്റ്റോക്ക് രജിസ്റ്ററിൽ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് വെക്കണം അല്ലെ. ഇത്രയും എണ്ണം ഇത്ര ക്വാണ്ടിറ്റിയിൽ ഇത്ര രൂപ എന്നുള്ളത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം ഇൻസ്റ്റാളിംഗ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഓർ സ്റ്റോറിംഗ്. അതായത് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് നമ്മള് വളരെ വിലപിടിപ്പുള്ള സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെയാണ് നമ്മൾ വാങ്ങിക്കാറ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റേഡിയോളജി എന്താ പറയാ മെഷീൻസ് അല്ലെ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ എക്സ്റേ മെഷീൻസ്, CT സ്കാനിങ് മെഷീൻസ്, ഓട്ടോക്ലേവ്സ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇതൊക്കെ എന്താ വളരെ വിലപിടിപ്പുള്ള ഐറ്റംസ് ആണ്. അതുകൊണ്ട് തന്നെ ദീർഘനാളത് നിലനിൽക്കും, നമുക്ക് എപ്പോഴും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. അതായത് സ്ഥിരം അസറ്റ് ആണ്, ഒരു സ്ഥിര അസറ്റ് ആണ്, വളരെ വിലപിടിപ്പുള്ള അസറ്റിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. കൊമേഴ്സ് സ്റ്റുഡൻസിനൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വരില്ല, ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അസറ്റ് ആണ്, ഒരു ആസ്തിയാണ് നമുക്ക് അല്ലെ. ദീർഘനാള് നമ്മുടെ ഓർഗനൈസേഷനിൽ നിലനിർത്തുന്ന അല്ലെങ്കിൽ നിലകൊള്ളുന്ന, എപ്പോഴും വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല, ഫിക്സഡ് അസറ്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ, അത് പഠിക്കുന്നുണ്ട് കേട്ടോ, ഫിക്സഡ് അസറ്റിന്റെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, നമ്മൾ തുടർന്നുള്ള പോർഷനിൽ വരുന്നുണ്ട്, നമുക്ക് അവിടെ പറയാം. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഇപ്പൊ കമ്പ്യൂട്ടേഴ്സ് ആവാം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ചാൽ പോരാ, അത് ഇൻസ്റ്റാൾ ചെയ്യണം അല്ലെ. അതിന് സോഫ്റ്റ്വെയർ കയറ്റാം, അതുപോലെ തന്നെ അത് ഇൻസ്റ്റാളേഷൻ നടത്താം, അത് പ്രവർത്തിക്കാനായിട്ട് നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ചാൽ വെറുതെ അത് പ്രവർത്തിക്കോ ഇല്ല, അത് ഇൻസ്റ്റാൾ ചെയ്യണം, അത് സ്റ്റോർ ചെയ്യണം, അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അതിന്റെ സ്പേസില് കറക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇതൊക്കെ നമ്മൾ നോക്കി. അതിനുശേഷം എന്ത് ചെയ്യണം, പേയ്മെന്റ് കൊടുക്കണം അല്ലെ. സപ്ലയറുടെ കയ്യിൽ നമ്മൾ വാങ്ങിച്ചാൽ മാത്രം പോരാ, അതിന് നമ്മൾ എന്ത് കൊടുക്കണം, ആള് വെറുതെ തരുമോ നമുക്ക് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് ഒക്കെ തരുമോ, ഇല്ല. അതിനൊക്കെ ക്യാഷ് അല്ലെ, ക്യാഷ് കൊടുക്കേണ്ടതുണ്ട് അല്ലെ. ഓക്കെ, ഇതൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിന് പേയ്മെന്റ് നമ്മൾ കൊടുക്കും. അതാണ് ഇത്രയും സ്റ്റെപ്പിൽ പറയുന്നത്. എഗ്രിമെന്റ് നടപ്പിലാക്കുന്ന ഒരു കാര്യമാണ് ഇത്രയും സ്റ്റെപ്പിലൂടെ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ആദ്യം ഓർഡർ കൊടുത്തു, അവിടെ പോയിട്ടല്ലേ സപ്ലയറുടെ അവിടെ പോയിട്ട് നമ്മൾ സോഴ്സ് കറക്റ്റ് ആണ്, ഇവിടെ നിന്നാണ് കിട്ടുന്നത് എന്നുള്ളത് ഇൻസ്പെക്ട് ചെയ്തു. അതുപോലെ തന്നെ എന്താണ് മെറ്റീരിയൽസ് നമ്മൾ റിസീവ് ചെയ്തു, അത് നമ്മൾ റിസീവ് ചെയ്തതിനു ശേഷം നമ്മൾ പരിശോധിച്ചു ഡാമേജ് ഉണ്ടോ, കറക്റ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ ക്വാളിറ്റിയിൽ ഉണ്ടോ എന്നുള്ളത്. ഇനി കറക്റ്റ് ആയിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. ഡാമേജും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിജക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം റെക്കോർഡ് കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ, റെക്കോർഡിൽ എഴുതി വെക്കുന്നുണ്ട്. അതിനുശേഷം ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഒക്കെ ആണെങ്കിൽ ഇൻസ്റ്റാളിംഗ് നടത്തുന്നു, അത് സ്റ്റോർ ചെയ്യുന്നു, അതിൻ്റെതായിട്ടുള്ള രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം പേയ്മെന്റ് കൊടുക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. നമ്മൾ എന്താ പഠിച്ചത് പറഞ്ഞ നെഗോഷിയേഷന്റെ പ്രോസസ് ആണ് കേട്ടോ. ഫസ്റ്റ് പ്രോസസ് പ്രീ നെഗോഷിയേഷൻ ഫേസ്, പിന്നെ മീറ്റിംഗ് ഫേസ് വരുന്നുണ്ട്, പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് വരുന്നുണ്ട്. ഓക്കെ, പഠിച്ചോക്കെ.
പ്രോസസ് ആണ്. ബാക്കി പർച്ചേസിങ് പ്രൊസീജിയർ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇനി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല, കുറച്ച് നമുക്ക് പഠിച്ചു തന്നെയാണ്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നമ്മൾ പറഞ്ഞിരിക്കുന്ന ടെൻഡറും കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. ഇൻവോയ്സ് ബില്ലിനെ കുറിച്ച് പറയുന്നുണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് വായിക്കാം. ഇതിപ്പോ ഒന്ന് വായിച്ചു നോക്കി. 3 ഫീസ് വരെ ഒന്ന് വായിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഈ ചാപ്റ്റർ എങ്ങനെയുണ്ട്? ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? കോമേഴ്സ് സ്റ്റുഡൻസിന് കുഴപ്പമുണ്ടാവില്ല, ബാക്കിയുള്ളവർക്ക് ഇത്തിരി ബോറടി ആയിരിക്കും. ആണോ? ബോറടിക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ബോറാണ്, ശ്രുതിക്ക് ബോറാണ്. ഓക്കെ, ബോറടിച്ചാലും നമുക്ക് പഠിച്ചല്ലോ ഇപ്പൊ അല്ലെ. പഠിക്കാനുണ്ട്, ഒരു ലെങ്തി ചാപ്റ്റർ ആണ്. നമുക്ക് ബോറടിച്ചാലും പഠിക്കണം. പഠിച്ച് നമുക്ക് പാസ്സാവേണ്ട എക്സാം. കുഴപ്പമില്ല. മോക്ക് ടെസ്റ്റ് ഒക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടോ? കുഴപ്പമില്ല. ഇത്രയും വരെ ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. വായിച്ചിട്ട് വരാം. ബാക്കി പോർഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. കിട്ടുന്നുണ്ടോ, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു.